ഏഷ്യയിലെ 3-ാം നമ്പർ കാളയാ. ഏഷ്യയിലെ ആണ്. ജാതി ഇല്ല, മതമില്ല, അതാണ് മതമില്ല, അതില്ല. അതാണ് ഏറ്റവും വലിയ ഞങ്ങളുടെ വിജയം. ഞങ്ങളെ അതെ വാശി പിടിപ്പിച്ച. ഇതിന് അതിനൊരു നിമിത്തമുണ്ട്. 5 ദിവസം ഞങ്ങൾ അന്നദാനം നടത്തി. ഈ 5-ാമത്തെ ദിവസം ഇപ്പൊ അന്നദാനം നടത്തുന്നത് സെന്റ് മേരീസ് ഗ്രൂപ്പിന്റെയാണ് അന്നദാനം. ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലിയ പള്ളിയിലെ ഭാരവാഹികളുമാണ്. അവരുടെ ഇവന്റ് നടത്തുന്നു. അവരൊക്കെ എന്ന് വെച്ചാൽ അശ്രാന്തം ഇതിനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ഇതൊരു അമ്പലത്തിന്റെ പ്രോഗ്രാമോ ഒന്നും അല്ല. ഇതെന്ന് വെച്ചാൽ ഒരു കൂട്ടായ്മ, സൗഹൃദ കൂട്ടായ്മ. ജെന്യുവിനായിട്ടൊരു സൗഹൃദ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഇത് 100%. നമസ്കാരം. പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് വലിയ പരിപാടി. പരിപാടി വേണോ? ഈ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ തന്നെ ഒരു 10 കിലോമീറ്റർ ചുറ്റളവില് ഏറ്റവും വലിയ കാളയാണ്. നമ്മൾ ഈ ചരിത്രത്തിന് വേണ്ടി ഒരു മാറ്റം നമ്മൾ വരുത്തുവാണ്. കാര്യം പലരും നമ്മളോട് പറഞ്ഞു ഇത് ഇറക്കാൻ പറ്റത്തില്ല. പക്ഷെ ഞങ്ങൾ ലാസ്റ്റ് ഇവിടം വരെ എത്തിച്ചു. ഏഷ്യയിലെ 3-ാം നമ്പർ കാളയാ. ഏഷ്യയിലെ 44 അടി ഹൈറ്റ് ഉള്ള കാളയാണ്. അത് ഒരുപാട് പ്രത്യേകതയുള്ളതാണ്. അതേപോലെ പ്രജിത് ശിവപ്രസാദ് എന്ന് പറഞ്ഞാണ് എൻ്റെ ശില്പി. ഇത് ഓച്ചിറയിൽ നിന്ന് നമ്മുടെ തൃക്കലഞ്ഞൂർ മഹാദേവ ക്ഷേത്രത്തിലെ രോഹിണി തിരുനാളിന് ഞങ്ങളുടെ ഒരു സൗഹൃദ കൂട്ടായ്മ, അത് ഒരു 8 വർഷമായിട്ട് ഞങ്ങൾ തുടങ്ങിയ ഒരു കൂട്ടായ്മയാണ്. ഈ അമ്പലത്തിൻ്റെ ഈ ആൽത്തറയുടെ ഈ ഭാഗത്ത് ഞങ്ങൾ കൂടിയ ഒരു കൂട്ടുകാരെല്ലാം കൂടെ കൂടിയൊരിതാണ്. അപ്പോൾ ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതിനകത്തൊരു ഏറ്റവും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂട്ടായ്മ എന്ന് വെച്ചാൽ ഒരു കരയോ ഒരു ഭാഗമോ അല്ലെങ്കിൽ ഒരു അങ്ങനെയൊന്നുമല്ല. എല്ലാവരും ലോകത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ, അത് ലോകത്തിൻ്റെ എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉള്ള ഈ കലഞ്ഞൂരെന്ന് പറഞ്ഞ പ്രദേശത്ത് കാല് തൊട്ടിട്ടില്ലാത്ത വ്യക്തികളാണ് ഇതിനകത്ത് കൂടുതലും പങ്കാളികളായിട്ടുള്ളത്. അപ്പം ഞങ്ങൾ അതിൻ്റെ ഒരു മേൽനോട്ടം വഹിച്ച് ഇതിനെ ഇറക്കുന്നു എന്ന് മാത്രമാണ്. ഞങ്ങളുടെ ഒരു ജനതാ ഗ്യാരേജ് എന്ന് പറഞ്ഞൊരു സൗഹൃദ കൂട്ടായ്മ ഉണ്ടാക്കി. ഇതിൽ പലരും പലയിടത്തും ജോലി ചെയ്യുന്ന വ്യക്തികളാണ്. അറിയാമായിരിക്കുമല്ലോ, ഇവരെല്ലാം ഇപ്പോൾ പുറത്ത് UK-യിലുള്ളവരുണ്ട്, US-ലുള്ളവരുണ്ട്, ദുബായ്, അങ്ങനെ പല ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും പുറത്തും എല്ലാം ഉള്ളവരുണ്ട്. ഇവരെല്ലാം കൂടെ ചേർന്ന് അതിനകത്ത് മെയിനായിട്ടുള്ളത് ജാതി ഇല്ല, മതമില്ല, അതാണ് മതമില്ല, അതില്ല. അതാണ് ഏറ്റവും വലിയ ഞങ്ങളുടെ വിജയം. രാഷ്ട്രീയമില്ല ഇതിനകത്ത്. പ്രത്യേകിച്ച് നമ്മളൊരു പിന്നെ എല്ലാവരും ഇതിനകത്ത് എല്ലാവർക്കും ഒരേ സ്ഥാനമാണ്. എല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ ഇറക്കുന്ന ഒരു നന്ദികേശനാണ്. കാരണം ഞങ്ങളെ എല്ലാ വർഷവും 8 വർഷമായിട്ട് ഞങ്ങൾ കുറച്ച് വെറൈറ്റികൾ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. എല്ലാ വർഷവും കലഞ്ഞൂർ നിവാസികൾ ഞങ്ങളെ ഇങ്ങനെ പ്രതീക്ഷിച്ച് നോക്കി നിൽക്കുകയാണ് എന്താണ് അടുത്തതെന്ന്. അങ്ങനെ ഈ വർഷം ഞങ്ങൾ ഈ അടുത്ത ഒരു കാര്യത്തിന് വേണ്ടി ഞങ്ങൾ രണ്ടും കൽപ്പിച്ചിറങ്ങിയതാണ്. രോഹിണി കഴിഞ്ഞ അടുത്ത വർഷത്തേക്കുള്ള പ്ലാനിങ് തുടങ്ങുന്നതാണ്. ഇത് വന്ന് നിൽക്കുന്ന 1 വർഷത്തെയാണ്. 12 മാസത്തെ വരുമ്പോഴാണ് ഈ വന്ന് നിൽക്കുന്നത്. 12 മാസത്തുള്ള ഞങ്ങളുടെ കഠിന അധ്വാനമാണിത്. ഞങ്ങൾ ഒരാൾ മാത്രം, 2 പേരല്ല 3 പേരെ, ഞങ്ങളുടെ എല്ലാ ഗ്രൂപ്പിലെ എല്ലാവരും. ഇറക്കം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ട് പല വിഭാഗങ്ങളും ഇപ്പോഴും പക്ഷെ ഞങ്ങൾ ആക്ച്വലി വേറെ ഒരു കാളയാണ് ബുക്ക് ചെയ്തിരുന്നത്. ഞങ്ങളൊരു 38 അടിയുള്ള ഒരു കാളയായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തത്. നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവുകളൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ചെറിയ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം കാള ഇറക്കണമെന്ന് തിരുമേനിയാണ് ഞങ്ങളുടെ കഴിഞ്ഞോട്ടം പറഞ്ഞായിരുന്നു. നിങ്ങൾ ഇത്രയും വലിയ പരിപാടിയൊക്കെ നടക്കും എല്ലാ വർഷവും, നിങ്ങളൊരു കാള ഇറക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ വർഷം രോഹിണിക്ക് ശേഷം ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ്. അങ്ങനെ ഒരു 38 അടിയുള്ള ഒരു കാള ഞങ്ങൾ വെച്ചിരുന്നു. പക്ഷേ അവസാനം എനിക്കൊന്ന് ഒരു ഫെബ്രുവരി ഈ വർഷം ആദ്യം ഫെബ്രുവരി അവസാനം ഇത് ക്യാൻസലായി. കാള കരക്കാരെ അവരെ അടക്കണ്ട, ഞങ്ങൾക്ക് തരത്തില്ലെന്ന് പറഞ്ഞു. ആ സമയം ഞങ്ങൾ അനുഭവിച്ച വിഷമം എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും അറിഞ്ഞില്ല. ഞങ്ങളെ വാശി പിടിപ്പിച്ച. അതെ വാശി പിടിപ്പിച്ച. അതിനൊരു നിമിത്തമുണ്ട്. അവിടെ ചെന്ന് ഓച്ചിറ ഭാഗത്ത് ചെന്ന് എഗ്രിമെന്റ് എഴുതി നമ്മൾ ചെക്കും കൊടുത്തിട്ട് അവർ സമയത്ത് ആ കരക്കാര് കാലുമാറി. അവിടെ പോയി അവരോട് സമവായത്തിന് പോയിട്ട് നടന്നില്ല. അവിടുന്ന് അവർ പറഞ്ഞപ്പം മെഴുവേലി അമ്പലത്തിൽ ഒരു കാള എഴുന്നള്ളിപ്പിന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അവിടെ വരെ പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. അവിടെ വരെ ചെന്നപ്പോൾ ഇതേപോലെ ഈ കാള വേറെ അടുത്ത് പോയ കാളയാണ്, പടനിലത്ത് പോയ കാളയാണ്. പടനിലത്തു നിന്ന് അവർ വേറെ ഒരു കാളെ അങ്ങോട്ട് കൊടുത്തിട്ട് ഈ കാള ഇങ്ങോട്ട് വന്നു. ഒത്തിരി പ്രതിസന്ധി ഞങ്ങൾ അതിനകത്ത് എടുത്തു. കാര്യം മഹാദേവന്റെ ഐശ്വര്യം കൊണ്ടാണ് ഈ കാള നമുക്ക് കിട്ടിയത്. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ചെറിയ കാളയായിരുന്നു കിട്ടത്തുള്ളായിരുന്നു. അങ്ങനെ മാറി ഒത്തിരി ഞങ്ങൾ പറയാനൊക്കത്തില്ല എങ്ങനെയാണെന്ന്. ആശയായിരുന്നു നിമിത്തം എന്ന് പറയാൻ. അത് മാറുമ്പോൾ ഉള്ള ഫണ്ട് എന്ന് പറയുന്നത് അതിന്റെ ഡബിളാണ് നമുക്ക് മാറുന്നത്. സാമ്പത്തികം അതിനേക്കാളും ഞങ്ങളൊരു പ്രശ്നമാണ്. ഞങ്ങൾ പ്രതീക്ഷയുടെ ഡബിളായി. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും നല്ല മനസ്സുകൊണ്ട് ഇത് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉറപ്പായിട്ടുണ്ടായിരുന്നു. പിന്നെ കാരണം ഓൾറെഡി ജംഗ്ഷനിൽ നിന്ന് നമുക്ക് അമ്പലം വരെ കൊണ്ടുപോകാനുള്ള ലൈനുകളും എല്ലാം അടിച്ചു തരും. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗങ്ങളിൽ ഈ നമ്മുടെ ആൽത്തറ ഭാഗത്തുനിന്ന് ജംഗ്ഷൻ വരെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ സബ് എഞ്ചിനീയറും അതേപോലെ തന്നെ DYSP രാജപ്പൻ സാറ്, അതേപോലെ നമ്മുടെ കൂടുതൽ പിന്നെ SHO
സുധീർ സാർ ഇവരെല്ലാവരും ഇടപെട്ട് അതിനുള്ള ഒരു കാര്യങ്ങൾ ചെയ്തു തരാം. കാരണം ഇതൊരു നാടിന് വേണ്ടിയാണ്. ഇതിപ്പോൾ പിന്നെ നമ്മുടെ ചില ആൾക്കാരെ കമന്റ് ചെയ്യും എന്തിനാ ഇതൊക്കെ ഇതിന്റെ ആവശ്യമുണ്ടോ? സത്യം പറഞ്ഞാൽ ഒരു ഉത്സവം എന്ന് പറയുന്ന നാടിന്റെ ഒരു ലഹരി. അതെ തീർച്ചയായിട്ടും. അത് മാത്രമല്ല 2 കരയുള്ളൂ. ഓച്ചിറ ഭാഗത്തേക്ക് 58 കരയും 10,350 ഉരുപ്പടി കയറുന്നത്. അതെ ഞങ്ങളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഞങ്ങളുടെ ഒരു കൂട്ടായ്മ ഇന്ന് തന്നെ 5 ദിവസം ഞങ്ങൾ അന്നദാനം നടത്തി. ഈ 5-ാമത്തെ ദിവസം ഇപ്പൊ അന്നദാനം നടത്തുന്നത് സെന്റ് മേരീസ് ഗ്രൂപ്പിന്റെയാണ് അന്നദാനം. അപ്പം ഈ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ സഹകരിക്കുന്നവരും അതേപോലെ തന്നെ മറ്റ് മതവിഭാഗങ്ങളിൽ പെടുന്നവരും അവരൊക്കെ പിന്നെ തീർച്ചയായിട്ടും എല്ലാവരും ഞങ്ങളോട് പങ്കുചേരണം. ഞങ്ങൾക്ക് ആരെ ഞങ്ങൾ വിഭജനമായിട്ട് മാറ്റത്തില്ല. അല്ല പിന്നെ ഇപ്പൊ 1 ലക്ഷം പ്രവാസികളുണ്ട്. അതാണ്ട് നമ്മുടെ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടീം അച്ചായൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കലഞ്ഞൂർ വലിയ പള്ളിയിലെ പിന്നെ ഭാരവാഹികളുമാണ്. അവരുടെ ഇവന്റ് നടത്തുന്നു. അവരൊക്കെ എന്ന് വെച്ചാൽ അശ്രാന്തം ഇതിനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ഉറപ്പായിട്ടുണ്ട് എല്ലാം ഉണ്ട്. അതവർ ഇതെന്ന് പറയുന്നത് ഇതൊരു അമ്പലത്തിന്റെ പ്രോഗ്രാം ഒന്നും അല്ല. ഇതെന്ന് വെച്ചാൽ ഒരു കൂട്ടായ്മ, സൗഹൃദ കൂട്ടായ്മ. ജെന്യുവിനായിട്ടൊരു സൗഹൃദ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഇത് 100% നീതി പുലർത്തി തന്നെ നമ്മൾ പറയാൻ പറ്റും. ഇങ്ങനെ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ ഇതുപോലുള്ള കണ്ടുപിടിക്കണം. എല്ലായിടത്തും ഇങ്ങനത്തെ ഉള്ളതെല്ലാം വരും. നമ്മൾ പിന്മാറിയിട്ടില്ല. ഞങ്ങളത് മുന്നോട്ട് തന്നെ പോയി. ഇവിടം വരെ വന്ന് ഇനിയും മുന്നോട്ട് പോകും. അതിന് ഈ നാട്ടുകാരും എല്ലാവരും ഞങ്ങളെ കൂടെ കാണണം. എന്തെങ്കിലും ഞങ്ങളുടെ പക്ഷത്ത് എന്തെങ്കിലും തെറ്റുകളോ എല്ലാം പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോഴേ ക്ഷമ ചോദിക്കുക. ഞങ്ങൾ വലിച്ചുകൊണ്ട് പോകാനും ഞങ്ങളുണ്ട്. അതിന്റെ കൂടെ അത് മാത്രമല്ല, ഇത്രയും വലിയതാകുമ്പോൾ നമുക്ക് കുറച്ച് റിസ്കുകളുണ്ട്. അതുകൊണ്ട് ആ 2 ക്രെയിൻ ഉണ്ട്. അത് മുമ്പിലും പിറകിലും നിന്ന് അതും കൂടെ അതിന്റെ കൂടെ സഹായത്തിലാണ് പോകുന്നത്. ഞങ്ങൾ നമ്മുടെ മാൻ പവർ ഉണ്ട്. പക്ഷെ അതൊന്നും ആവില്ല, അറിയാമല്ലോ. 20 ടണ്ണോളം വെയിറ്റ് ഉണ്ട് നമ്മളെ ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ വലിച്ചും സഹായിക്കും. ബാക്കിയുള്ളത് എടുത്ത് മാറ്റുന്നത് ക്രെയിൻ തന്നെ എടുത്ത് മാറ്റും. സേഫ്റ്റിക്ക് വേണ്ടിയാണ്.